24/7 കലോത്സവ വേദിയിലേക്ക് കലകളാരവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിവസത്തിലാണ്. 3ാം ദിവസത്തിലും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ വേദികളിലും ഗ്ലാമർ ഐറ്റംസ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ വേദി MT നിലയുടെ മുൻപിലാണല്ലോ നമ്മുടെ കളകലാരവത്തിന്റെ വേദി. അപ്പോൾ അവിടെ തിരുവാതിര കളി പുരോഗമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും ഇതുവരെയുള്ള എല്ലാ വിശേഷങ്ങളും വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനു മുൻപ് ഇതുവരെയുള്ള മത്സരത്തിൽ ആരൊക്കെ ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് പോയിന്റ് ടേബിൾ ആദ്യം തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോലെ തന്നെ അപ്രമാദിത്യം തുടരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ല തന്നെയാണ്. 640 പോയിന്റ് ആണ് ഇതുവരെ കണ്ണൂർ ജില്ല നേടിയിരിക്കുന്നത്. തൊട്ട് പിന്നിലുള്ളത് തൃശ്ശൂരാണ് 635 പോയിന്റുമായിട്ട്. 3ാം സ്ഥാനത്ത് കോഴിക്കോടുമുണ്ട് 629. ഇത് കുറച്ച് പോയിന്റിന്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഒരു കറക്റ്റ് ലീഡെന്ന് പറയാൻ പറ്റില്ല, മാറി മറിഞ്ഞൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഇനി തിരുവനന്തപുരം എത്രാം സ്ഥാനത്തെന്ന് ചോദിച്ചാൽ ആതിഥേയരായ തിരുവനന്തപുരം 9ാം സ്ഥാനത്താണ് 596 പോയിന്റുമായി. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള പോയിന്റ് ടേബിളൊക്കെ. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ പല വേദികളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ആഘോഷങ്ങളും അതായത് കലോത്സവ ആഘോഷങ്ങളും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോ മണിക്കൂറിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ, ഏത് രീതിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു, മറ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വളരെ വിശദമായിട്ട് നമ്മുടെ സഹിൻ ആന്റണി റെഡിയാണ്. ഒന്നാം വേദിയായ MT നിലയ്ക്ക് മുന്നിൽ നിന്ന്. സഹിൻ, ദേ സമയം 7 മണിയായി. ഇതുവരെയുള്ള മത്സരങ്ങൾ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു, കാഴ്ചക്കാരുടെ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ടെന്ന്. അപ്പോൾ ഇന്നും അതേ കാഴ്ചയാണോ? മത്സരങ്ങളൊക്കെ കളറായിട്ട് തന്നെ പുരോഗമിക്കല്ലേ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മത്സരങ്ങൾ ഇത്രയധികം കഴിയുമ്പോൾ കണ്ണൂർ ഒരു ഘട്ടത്തിൽ പോലും പുറകിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല അത് 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ നിലവിലെ പോയിന്റ് നില അനുസരിച്ച് 640 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ 635 പോയിന്റ് തൃശ്ശൂരിനുണ്ട്. കൂടാതെ കോഴിക്കോടിന് 629 പോയിന്റാണുള്ളത്. പാലക്കാട് 4ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. 627 പോയിന്റുമായി പാലക്കാട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം തൊട്ട് താഴേക്ക് പോയി 606 പോയിന്റോടുകൂടി മലപ്പുറം 5ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും സേതു, ഇന്ന് 160ഓളം മത്സരങ്ങൾ ഇതിനോടകം പിന്നിട്ടിരിക്കുന്നു. ആ 160ഓളം മത്സരങ്ങൾ പിന്നിട്ടപ്പോഴുള്ള പോയിന്റ് നിലയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ശേഷിക്കുന്നത് 70ഓളം മത്സരങ്ങളാണ്. ഏറെക്കുറെ 70ഓളം മത്സരങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇത്തവണത്തെ 63ാം കലോത്സവത്തിലെ വിജയി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്സാര പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഓരോ ജില്ലയും കടന്നു പോകുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കാമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടം വരെയും അതിനൊരു മാറ്റം വന്നിട്ടില്ല. കണ്ണൂർ 1ാം സ്ഥാനം നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. കണ്ണൂരിന് 1ാം സ്ഥാനം നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ഘട്ടത്തിൽ പോലും അതിന് മാറ്റം വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ 2-3 സ്ഥാനങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. 2-3 സ്ഥാനങ്ങൾ തൃശ്ശൂരും കോഴിക്കോടും മാറി മാറി വരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ കോഴിക്കോട് മുന്നിൽ നിന്നിരുന്നു, ഇപ്പോൾ അതിന് കാര്യമായ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വേദികളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ വേദികളിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരുവാതിര നടക്കുന്ന 1ാം വേദിയാണ് ആ കാണുന്നത്. ആ 1ാം വേദിയിൽ കാഴ്ചക്കാരുടെ എണ്ണം നന്നേ കുറവാണ്. പല സീറ്റുകളും ഇന്നലെ മുതൽ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ സമാന്തര കലോത്സവം, ചാനലുകൾ നടത്തുന്ന സമാന്തര കലോത്സവത്തിൽ ആളുകൾ, ഇതുവഴി കടന്നു പോകുന്ന മുഴുവൻ ആളുകളും ഈ സമാന്തര കലോത്സവം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് മത്സരങ്ങൾ? സമാന്തരമായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നു. ഈ വേദിയിൽ ആരുമില്ല. ഈ കംപ്ലീറ്റ് പ്രോഗ്രാം ഇവിടെ വന്ന് നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് ചാനലിനെ അഭിമുഖീകരിക്കുന്നു. ഇത് ശരിയല്ല. ചേട്ടൻ കണ്ടിരുന്നോ? അത് കണ്ടിരുന്നോ? അല്ല, നോക്കിക്കേ, പ്രോഗ്രാം കാണാൻ ആരുമില്ലല്ലോ അവിടെ. ചേട്ടൻ പോയിരുന്നോ? അവിടെ പ്രോഗ്രാം ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ആരുമില്ല. ഇതുണ്ടോ, ഇവിടെയാണ് പ്രോഗ്രാം മൊത്തം നടക്കുന്നത്. എന്നിട്ട് നേതാക്കന്മാരെല്ലാം ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ബുദ്ധിയുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ വരുന്നു സംസാരിക്കുന്നു. അത് തന്നെയാണ് സേതു. എന്തായാലും പ്രോഗ്രാം കാണാൻ ആളുകൾ നന്നേ കുറവാണ്. സമാന്തര കലോത്സവത്തിലാണ് കൂടുതൽ ആളുകളുള്ളത്. എന്തായാലും എങ്ങനെയാണെങ്കിലും ആളുകൾ ഇങ്ങോട്ടേക്ക് പല വേദികളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാ കുട്ടികളൊക്കെ സംഘഗാനം ഇടുന്ന മക്കളെ, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? സമ്മാനമൊക്കെ കിട്ടിയോ? എ ഗ്രേഡ് ആയിരുന്നു. ഏതാണ് ജില്ല? ഏതായിരുന്നു? കാസർഗോഡ് ജില്ലയായിരുന്നു അല്ലേ? നിങ്ങൾ
എത്ര സുഹൃത്തുക്കളുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? 7 ആളുകളുണ്ടല്ലേ? മത്സരം വേറെ വല്ല ശരി ശരി സഹിൻ, അപ്പോൾ നമ്മുടെ വേദികളിൽ നിന്നുള്ള കാഴ്ചകൾ ഇതുവരെയുള്ള മത്സരമൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം വളരെ വിശദമായി തന്നെ പറയുകയായിരുന്നു സഹിൻ ആന്റണി. അപ്പോൾ നമ്മുടെ ഈ വേദിക്ക് മുന്നിലല്ല, എനിക്ക് പിൻഭാഗത്തായി സൈഡിലായിട്ട് കുറച്ച് സുന്ദരി കുട്ടികൾ നിൽപ്പുണ്ട്. നമ്മുടെ തിരുവാതിര ടീം, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഹലോ. ഹലോ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? പാലാ സെന്റ് മേരീസ്. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. എന്ന് വന്നു എല്ലാവരുമായിട്ട്? വന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല രസമുള്ള കോംബോ ആണ്. ഈ ഒരു പിങ്കും അതുപോലെ തന്നെ ഈ ഒരു സാരിയും അടിപൊളിയായിട്ട്. സാരിയല്ല, ഇത് മറ്റേ സെറ്റ് മുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞു. നമുക്ക് എ ഗ്രേഡും കിട്ടും. വിധി വന്നിട്ടില്ലല്ലേ? അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് കലോത്സവമാണോ നിങ്ങളുടെ? അല്ല, 3 വർഷമായിട്ട് വന്നു. അപ്പൊ കോഴിക്കോട് പോയി, കൊല്ലത്ത് പോയി, ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുമ്പോ എങ്ങനെയാണ്? കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ കൊള്ളാവോ? തിരുവനന്തപുരം അടിപൊളിയാണോ? ആണ്. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് എന്നാ ഒരു പെർഫോമൻസ് ആയാലോ? ആവാം. തുടങ്ങാം. അപ്പോ ശാംഭവി ചന്ദ്രമോ നൃത്തം ചവിട്ടിടുമ്പോൾ കാനന പൂമരപ്പൊത്തിലിരുന്നു നാം നേരം പുലർത്തിയില്ലേ, കണ്ണാ നേരം പുലർത്തിയില്ലേ. പേമഴ പോലും പൂമഴയായി പരിടി താളമിട്ടു, തകതിമി പരിടി താളമിട്ടു. താപം വെടിഞ്ഞു നാം ഒന്നായിരുന്നതും ഇന്നും ഓർമ്മയില്ലേ സഖേ, ഇന്നും ഓർമ്മയില്ലേ മത്സഖേ, ഇന്നും ഓർമ്മയില്ലേ. നെല്ലിടിച്ചു അവിലാക്കി നല്ല കിഴിയാക്കി ഭവാൻ, തെല്ലുവേഗം നടന്നതും നല്ല നേരമായി. പർത്തലത്തിൽ നിന്ന വിലങ്ങാർത്തിയോടെ കഴിച്ചയ്യ, ആർത്തമോദനായ കൃഷ്ണ കാത്തുരക്ഷിക്കൂ. പത്നിയുടെ വചനമതൊന്നും തന്നെ ഓർത്തതില്ല, പത്മജാക്ഷനാർത്തി തീർത്തു കാത്തിടേണമേ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓക്കെ, എത്ര സമയം എടുത്തു ഇതൊന്ന് പഠിച്ചെടുക്കാൻ? കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി. ഓക്കെ, എൻ്റെ മൈക്കുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ടീം സെലക്ട് ചെയ്തു, പ്രാക്ടീസ് തുടങ്ങി. ഓക്കെ, അപ്പം നമ്മുടെ മനോഹരമായ പെർഫോമൻസ് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. പാപ്പാ ഒളിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ പാപ്പൻ. എന്താണ് പാപ്പാ? പാപ്പനൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇവിടെ കുറച്ച് സെലിബ്രിറ്റി ഗസ്റ്റുകൾ വരാൻ പോകുന്നു. എങ്കിലും നമ്മളിത് മറക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് വെടി പൊട്ടിക്കാനുള്ള സമയമാ. ചുറ്റും സുന്ദരി പിള്ളേർ നിൽക്കുവാണ്. അപ്പൊ പൊട്ടിച്ചാലോ? ഉറപ്പായിട്ടും പറഞ്ഞോ. അപ്പൊ നമുക്ക് ഇന്നറിയേണ്ടതല്ലേ, ഇന്നറിയേണ്ടത് ബെസ്റ്റ് പെർഫോമൻസ് ആരാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഇന്നത്തെ ദിവസത്തെ ആരാ? പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഒരു സന്തോഷം. ആർക്കെ വെഡിംഗ് മോൾ നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ ലഭിച്ചിരിക്കുന്നത് ആർക്കാ? സെന്റ് മേരീസ് പാല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെന്റ് മേരീസ് എച്ച്എസ് പാലയുടെ ഒരു വൈബ് കാണിക്കണ്ടേ? കാണിച്ചോ? അപ്പൊ കൊടുക്കാം. പാപ്പാ കൊടുത്തോളൂ. ആർക്കെ വെഡിംഗ് മോൾ നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോ അടിപൊളി സന്തോഷം. ഓരോരുത്തർക്കും 1000 വെച്ച് 10 എണ്ണം, അങ്ങനെ 10,000. ഓരോ കുട്ടികൾക്കും 1000 രൂപ വെച്ച് 10,000 രൂപ. സന്തോഷല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഇത് മാത്രമല്ല, ഇനിയുണ്ട് സമ്മാനം. ഇന്ന് നമ്മുടെ ഈ ഒരു
വേദിയിൽ നമ്മുടെ കലോത്സവ നഗരിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ തലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം എന്താ? നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ തൊപ്പിയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും തൊപ്പിയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ തലയിൽ വെച്ചിരുന്നില്ല, തലയിൽ ഒത്തിരി കിരീടങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാൾ വാങ്ങിച്ചു. ഇപ്പൊ ഹാപ്പി ആയില്ലേ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. പക്ഷേ ഇങ്ങനെ വിടില്ല, ഇനിയും ഉണ്ട് സമ്മാനം കൊണ്ടുപോയാൽ മതി. ഇവിടെ സമ്മാന പെരുമഴയാണ് നമ്മൾ. മിൽമ നൽകുന്ന സമ്മാനം ഓരോ കുട്ടികൾക്കും ഉണ്ട്. ഓക്കേ, ന്യൂസ് മലയാളത്തിന്റെ ഇന്നത്തെ വേദിയിലെ കലകളാരവത്തിൽ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ അവർക്കുള്ള പുരസ്കാരമാണ്, അവർക്കുള്ള സമ്മാനമാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടോക്കൺ ഓഫ് ലവ് നൽകുന്നത് RK വെഡിംഗ് മോളിന്റെ 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറൊപ്പം മിൽമ നൽകുന്ന നമ്മുടെ സമ്മാനം. ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിലെ നല്ല അടിപൊളി ഉഗ്രൻ ക്യാപ്പും എല്ലാ കുട്ടികൾക്കും നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ ഒപ്പം ഉണ്ടോ? ഉണ്ട്. അപ്പോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണോ? പോവാ. ഇനി കാണാൻ നിൽക്കുന്നില്ല? തിരുവനന്തപുരം കാണണ്ട, മതിയായോ? മതി. ഓക്കെ, അപ്പൊ അടിപൊളിയല്ലേ? ശരി, അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. ഇനി ഇങ്ങനെ നമുക്ക് അടുത്ത കലോത്സവ വേദികളിൽ കാണാൻ പറ്റട്ടെ. ഓക്കെ, ശരി. അപ്പോ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ കണ്ടു. നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും നിന്നു. പാട്ടും നമ്മുടെ തിരുവാതിര കഴിഞ്ഞു, അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എനിക്കിപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും പ്രൗഡോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം എനിക്കൊപ്പം എത്തിയിരിക്കുന്ന അതിഥി മലയാളികൾക്ക് ഒരു മുഖവുരയും വേണ്ടാത്ത ഒരാളാണ്. അപ്പം ഞാൻ വിളിക്കാം മുരുകൻ കാട്ടക്കട സർ. സർ, സ്വാഗതം കലകളാരവത്തിൻ്റെ വേദിയിലേക്ക്. ഒത്തിരി സന്തോഷമുണ്ട് സർ. ആദ്യം തന്നെ ഞങ്ങളുടെ വേദിയിലേക്ക് എത്തിയതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് 2016 ശേഷം കലോത്സവം എത്തി. ആ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ ആദ്യം സാറിൻ്റെ ഫീൽ എന്താണ്? വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ തലസ്ഥാനത്ത് ഒരുമിച്ച് കൂടെ അല്ലേ? അപ്പോൾ തീർച്ചയായും ആ ഒരു വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇതൊരു അതിജീവനത്തിന് ശേഷമുള്ള ഒരു കലോത്സവമാണല്ലോ. നമ്മൾ വലിയ ദുരന്തങ്ങളെ നമ്മുടെ മക്കൾ അതിജീവിച്ചിട്ടാണല്ലോ അവർ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലേക്ക് വളരെ ഗംഭീരമാണ്. സാർ, അപ്പം ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേനും ഇപ്പം മുരുകൻ കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട്, എനിക്കെന്നല്ല ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ആദ്യം മനസ്സിൽ വരുന്നത് കണ്ണാടി തന്നെയാണ്. കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കണ്ണാടി വരുന്നത്. അപ്പോൾ അതിൻ്റെ വരികളൊക്കെ ഇപ്പോഴും അതേപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ നമ്മളിലേക്ക് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കണ്ണാടി. അതിനപ്പുറം അതിനൊന്നും പറയാനില്ല. പക്ഷേ എനിക്കിപ്പോൾ സാറിൽ നിന്ന് കേൾക്കേണ്ടത് കണ്ണാടിയല്ല, എനിക്ക് രേണുക കേൾക്കേണ്ടത്. ഈ കന്നഡ എന്ന് പറയുന്ന കവിത വരുന്ന കാലത്തൊരു ഗുണമുണ്ടായി. ഈ യുവജനോത്സവ വേദികളെല്ലാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ആലപിക്കുന്ന ഒരു കവിതയായി മാറി. അത് കാരണം അത് ലളിതമായതുകൊണ്ടാണ്. സാധാരണ ഈ വലിയ യുവജനോത്സവ വേദികളിലൊക്കെ കാശ് കൊടുത്ത് ഈ പഠിപ്പിക്കുന്ന കുട്ടികളാണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന സാറ് തന്നെ പദ്യപാരായണവും പഠിപ്പിക്കും. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന കാലത്താണ് വളരെ ലളിതമായി ഈ കന്നഡ പോലുള്ള കവിതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളമായി ഈ കലോത്സവ വേദികളിൽ കൊണ്ടാടപ്പെട്ട ഒരു കവിത കൂടെയാണ് ഈ അതിന് ശേഷം ആണ് ഈ രേണുകയും സാധാരണ മക്കൾക്ക് സാധാരണ പെട്ടെന്ന് എളുപ്പമായിട്ട് ചൊല്ലുന്നുണ്ട്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതായത് ഈ പുതിയ കുട്ടികൾ ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ നഷ്ടത്തെ ആഘോഷിക്കുന്നില്ല. അവർ പ്രണയ നഷ്ടം ഉണ്ടാകുമ്പോൾ അവർ വല്ലാതായി പോകുന്നു, അവർ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു, അവരില്ലാതാകുന്നു. അതിന് പകരം പ്രണയ നഷ്ടത്തെ ആസ്വദിക്കാൻ കഴിയണം. ഈ കവിത അതെല്ലാവരും ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് അതൊക്കെയാണല്ലോ. ഓരോ കാര്യങ്ങളല്ലേ നമുക്ക് ജീവിതത്തിലെ ഓരോ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയാണല്ലോ എഴുത്ത് വരുന്നത്. അത് തീർച്ചയായും പലതരത്തിലുള്ള പ്രണയബോധങ്ങളെ ഒരു കവിതയിൽ ആരോപിച്ചതാണ്. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ, വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ
നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ എന്നാണ്. അയ്യോ, അത് സാറിൻ്റെ നിന്ന് കേൾക്കാൻ പറ്റുമ്പോൾ അത് വേറൊരു ഫീലാണ്. സാർ, ഇപ്പോൾ നമ്മൾ ഈ കലോത്സവ വേദികളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ രചനാ മത്സര വേദികളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ആ ഒരു എഴുത്തിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെയില്ല. പിന്നെ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ ചെറിയ പ്രതിസന്ധിയുണ്ട്. നമ്മളെ പുതിയ മക്കൾ മലയാള ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ എല്ലാ കാലത്തും നല്ല പ്രതിഭകളുണ്ട്. ഇപ്പോൾ ഈ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങുന്ന മാഗസിനുകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാലേ മനോഹരമായ കഥകളും കവിതകളും എഴുതുന്ന പുതിയ ചെറുപ്പക്കാർ തലമുറ മക്കൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ കലോത്സവ മേഖലയിലും. എന്നാലും ഈ പറയുന്നത് പോലെ ആപേക്ഷികമായി ആ പങ്കാളിത്തപരമായി അതിൻ്റെ അളവ് കുറയുന്നുണ്ട്. മത്സരത്തിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രേഡുകൾക്ക് വേണ്ടി മാത്രമായും ഇത്തരം കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അത് ടോട്ടൽ ഗ്രേഡ് നോക്കിയിട്ടല്ലേ, ടോട്ടൽ പോയിന്റ് വെച്ചിട്ടല്ലേ, അതൊക്കെ ഉണ്ട്. അല്ലാതെ ജെനുവിനായിട്ടുള്ള എഴുത്തുകാർ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കലോത്സവ വേദികളിൽ വന്ന് എഴുതിയെന്നൊന്നും വരില്ല. അപ്പോൾ മിക്കവാറും ഏതെങ്കിലും നമ്മൾ പഴയ എഴുത്തുകാരെയൊക്കെ എടുത്തു നോക്കി അവരാരും കലോത്സവ പ്രതിഭകളൊന്നും അല്ലാതെ തന്നെ ജെനുവിനായിട്ടുള്ള പ്രതിഭകൾക്ക് എല്ലാ അവസരങ്ങളും ഉണ്ട് ഈ കാലത്തെങ്കിലും ഈ കലോത്സവം അവർക്കും പറ്റിയൊരു വേദിയാണ്. അതുകൊണ്ട് കലോത്സവ ഓർമ്മ എന്താണ്? കലോത്സവം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പിന്നെ കലോത്സവ ഐറ്റം ഇനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളില്ല. ഞാൻ കലോത്സവങ്ങളിലേ പങ്കെടുത്തിട്ടില്ല. പക്ഷേ എല്ലാ കലോത്സവവും ആസ്വദിക്കുമായിരുന്നു, ആഘോഷിക്കുമായിരുന്നു കേട്ടോ. എല്ലാ കലോത്സവത്തിന് ഞാൻ പോകുമായിരുന്നു. കലോത്സവങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല. പക്ഷേ ഈ പണ്ട് നമ്മുടെയൊക്കെ സ്കൂളിൽ നിങ്ങളൊക്കെ കുട്ടികളല്ലേ, എൻ്റെ കാലത്ത് ഞാൻ 2ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ സ്കൂളുകളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു പീരീഡ് ECA എന്ന് പറയും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളതാണ് ECA. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പാടാനും കളിക്കാനുള്ള നല്ല ഗംഭീരമാണത്. ആഴ്ചയിലൊരു പീരീഡ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സൊക്കെ അലങ്കരിച്ച് അപ്പോൾ അവിടെ അങ്ങനെ അതിൽ നിരന്തരം ഞാൻ പാട്ട് പാടുമായിരുന്നു. അപ്പം അത് 4ാം ക്ലാസ് വെച്ചത് നിർത്തി. കാരണം അതറിയാം, 4ാം ക്ലാസ്സിൽ ഈ പാട്ട് ഒരിക്കൽ ഞാനിങ്ങനെ കവിത ചൊല്ലുമ്പോൾ അപ്പോൾ കയറാൻ എനിക്ക് അവസരം കിട്ടി, ഞാൻ പാട്ട് പാടുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടിയപ്പം പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ നിർത്തടാന്ന് പറഞ്ഞ് നിർത്തിച്ചു. ചെന്നിരിക്കടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ലാതായി പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്നാണ്. അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പാടാൻ പാടില്ലാത്തൊരു പാട്ട് എനിക്കതറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമിതമായി ഇങ്ങനെ ഉറക്ക പാടുമ്പോൾ പെട്ടെന്ന് പാടുമ്പോൾ ഹെഡ് മാസ്റ്റർ ചാടി വന്നിട്ട് ടീച്ചർ പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തോടെ എനിക്കൊരു ഇതായിപ്പോയി. അങ്ങനെ പിന്നെയാണ് അറിയുന്നത്. അത് അതിനുശേഷം അങ്ങനെ ഞാൻ ചൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വേദികളിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ആ ടീച്ചറെ എന്തുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും, പോലീസ് പിടിച്ചോണ്ട് പോകും. അന്നായിരിക്കും മേ ബി. അന്ന് ഈ പാട്ട് പാടിക്കൂടായിരുന്നു. അന്ന് ഇത്തരം പാട്ട് അത് അന്നത്തെ ഭരണാധികാരികളെ കളിയാക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് അന്ന് ഭരിക്കുന്ന അതിൽ പിന്നെ കരുണാകരൻ ആണല്ലോ പ്രധാനമായി. പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു പാട്ടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നൊരു കാലമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വലിയൊരു അനുഭവമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ പിന്നെ ഈ വേദികളെ കുറിച്ചൊന്നും പിന്നെ വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല. സർഗാത്മകമായ വായന ധാരാളം ഉണ്ടായി. നമുക്കിപ്പം എനിക്കാണെങ്കിൽ ഇപ്പം മുരുകൻ കാട്ടാക്കടന്ന് കേൾക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കന്നഡകളാണ് ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു സാർ? കവിത എഴുതുമായിരുന്നു, നേരത്തെ തന്നെ എഴുതുമായിരുന്നു. പിന്നെ ഒരു കവിതയെ ഒരു പ്രതികരണത്തിനുള്ള ആയുധമായി കാണാൻ തുടങ്ങുന്നത് ഈ കന്നഡ മുതലൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ടാകുമ്പോൾ അത് പറയേണ്ട മാതിരി പറയാൻ എൻ്റെ കയ്യിലുള്ള ഒരു ആയുധമാണ് കവിത. എനിക്ക് വർത്തമാനകാലത്തോട് കലഹിക്കാനുള്ള എൻ്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന മാധ്യമമാണ് കവിത എന്ന നിലയിലേക്ക് വരുന്നത് ഈ കന്നഡ, അതുപോലെയുള്ള ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന കവിതകളിലൂടെ. ഈ കന്നഡ ഞാൻ പറയുന്നത് ഈ കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പദ്യപാരായണം എന്ന് പറയുന്നത് ഒരു സാഹിത്യവും കലയും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്. അതൊരു സാഹിത്യ പ്രവർത്തനവുമാണ്, അതേസമയം തന്നെ അതൊരു കലാപ്രവർത്തനമാണ്. അപ്പോൾ അതൊരു വലിയ അതിനുവേണ്ടി പ്രത്യേകം നമ്മളൊരു കാര്യം തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ സംഗീത നാടക അക്കാദമി അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടി ഒരുപാട് കാര്യം നടക്കും പോലെ പദ്യപാരായണത്തെ ഒരു ശാഖയായി കണ്ടുകൊണ്ട് അതിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ എങ്കിലേ മലയാളത്തിലെ കവിതകളൊക്കെ നാളെ മറ്റന്നത് നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചൊല്ലുമ്പോൾ അതിന് വേറൊരു
വേറൊരു ശക്തി ഉണ്ടാവും. ചൊല്ല് വാക്കുകളെ പ്രയോഗിക്കുന്ന അതിൻ്റെതായ ശക്തിയിലും. ഇപ്പം ഞാൻ നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഉണരാത്ത പത്മതീർത്ഥം എന്ന കവിതയുടെ താളം. പക്ഷെ ഞാൻ ചൊല്ലുന്നത് അങ്ങനെയല്ല. നിൽക്കുന്നു ഞാൻ അങ്ങനെയല്ല. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ എന്നാണ്. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ട്. വ്യത്യാസം മനസ്സിലായി. അതാണ് പാരായണം എന്ന് പറയുന്നത്. പദ്യം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു കാര്യമാണ്. ഓരോ വാക്കിനും കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് ആലപിക്കുമ്പോൾ അതൊരു വലിയ കലയാവും, അതൊരു സാഹിത്യ രൂപമായും. നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ശരി ശരി സാർ. അപ്പോൾ വന്നതിന് ഒത്തിരി സന്തോഷം. എന്താണെങ്കിലും നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കട്ടെ, ഏറ്റെടുക്കട്ടെ. ഒരുപാട് സന്തോഷം നമ്മുടെ വേദിയിലേക്ക് ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുമ്പ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ മനോഹരമായ ഒത്തിരി കവിതകളൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റേജിൽ അതിഥികളായിട്ട് വന്നിട്ടുള്ളത് മക്കളെ വാ. എന്താണ് പരിചയമുട്ട് അല്ലേ? ഓക്കെ, എവിടുന്നാ വരുന്നേ? പാലക്കാട്. പാലക്കാട് ഏത് സ്കൂളാ? ഗുരുകുലം. ഗുരുകുലം സ്കൂളിലെ കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോയാലോ? പോവാം. ഹലോ 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 റെഡിയാവുന്ന സമയം വേണോ? റെഡിയാണോ? ആ, തുടങ്ങാം നമുക്ക്. ആ, ഇവിടെ മതി, ഇവിടെ മതി. റെഡി 3 4 ആയി തൈണ്ടാരിടൻ ദാദൈതതിൻ ദാതിദഗതിനായി തായ്താദരിടൻ ദാദൈതതിൻ ദാതിദഗതിൻ അമ്മയെ വാതയെ വാമയെ തെയ്യത്തേതകതാളം തെതകതാളം തിദിതാളം ദീം ദീനോ തെയ്യൊന്നേ അമ്മയെ വാതയെ തെതകതാളം തെതകതാളം തിദിതാളം ദീം ദീനോ തെയ്യം ആ കച്ചകെട്ടി പട്ടുടുത്തി ഇടത് മാറി വലത് വെട്ടി അടവുകൾ പലതരങ്ങൾ കാട്ടിടുന്ന വീരരെ അടവുകൾ പഠിച്ചെടുത്ത് കോടികൾ കുമാരനായോ തിരം മറിഞ്ഞു മാറി മാറി വെട്ടി വന്നിടാണ് തൈണ്ടാരിടൻ ദാദൈതതിൻ ദാതിദഗതിനായി സഭയിലിറങ്ങി തുടിച്ചു പണിയെ കളിക്കുന്നേ അടിച്ചു പണിയെ കളിക്കുന്നേ ഗുരുക്കന്മാര് തുണക്കണേ ഗുരുക്കന്മാരുടെ തുണയില്ലാതെ സഭയിൽ ഞങ്ങൾ വിളങ്ങില്ല അരങ്ങ തകർത്ത് കളിക്കുമ്പോ കളി തലയ്ക്കും ഇത് പരത്തില്ലേ. അടിപൊളിയായിരുന്നു. ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരിങ്ങനെ ആടി തിമിർത്ത് പൊടിയൊക്കെ പറന്ന് വേറെ ലെവലാക്കി കളഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. ഗ്രേഡ് വന്നു? ഇല്ല, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എന്നാ വന്നേ പാലക്കാട് നിന്ന് എല്ലാവരും കൂടി? ഇന്നലെ എത്തി. ഇന്ന് നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനിയുണ്ടോ പെർഫോമൻസ്? ഇല്ല, കഴിഞ്ഞു. അപ്പൊ നാളെ പോവോ? തിരിച്ചു പോവോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോ ഈ മനോഹരമായ പെർഫോമൻസ് കാണിച്ച നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താ കാര്യം? എന്താ ഇല്ല, അറിയില്ല. അപ്പൊ ദേ വരുവാണ്. ഗിഫ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. മിൽമ നൽകുന്ന സമ്മാനമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളത്. മിൽമ നൽകുന്ന സമ്മാനം മാത്രമല്ല, നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ നമ്മുടെ ഓരോ തൊപ്പിയും ഉണ്ട്. ഓക്കെ, അടിപൊളിയല്ലേ? എല്ലാവർക്കും നല്ല മനോഹരമായ അടിപൊളി. ഇനി വെയിൽ നിന്ന് കൊള്ളണ്ട കേട്ടോ. മിൽമയുടെ ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും.
സന്തോഷമായില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ നല്ലൊരു പരിചയമുട്ടും നമ്മൾ കണ്ടു. അവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തു, പറഞ്ഞു വിട്ടു. നമുക്ക് 2 ചുവട് വെച്ചാലോ? ഓക്കെ. ഓക്കെ, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു ഭരതനാട്യം. ഓക്കെ, തുടങ്ങാം. യെസ്. അംബാശാംഭവി ചന്ദ്രമൗലി അംബാശാംഭവി ചന്ദ്രമൗലി അമലാഭരണ ഉമാ പാർവതി അംബാശാംഭവി ചന്ദ്രമൗലി അമലാ അപർണ ഉമാ പാർവതി കാളി ഹൈമവതി ശിവാത്രിനയനി കാർത്യായനി ഭൈരവി കാളി ഹൈമവതി ശിവാ ത്രിനയനി കാർത്യായനി ഭൈരവി അംബാശാംഭവി ചന്ദ്രമൗലി അമലാഭരണ ഉമാ പാർവതി കാളി ഹൈമവതി ശിവാത്രിനയനി കാർത്യായനി ഭൈരവി കാർത്യായനി ഭൈരവി ധനിത സാനിധ സഗനി സാനിധ നി സഗ സഗ സാനിധ പനി സനിധ പഗ പദ നി സനി പദ നി സഗ പഗ സഗ സനി സനിധ പഗ സനി ധനി ഗ സനിധ ഗച്ഛ നിധ പദ സഗ പദ നി സാ അയ്യോ, അടിപൊളി കേട്ടോ. താങ്ക് യു. അപ്പൊ സമ്മാനമായിട്ട് നമ്മുടെ സ്വന്തം തൊപ്പി. യെസ്. ഇതിപ്പോ നമ്മള് ഏതാ സന്ദർഭം? ഇത് ഒരു ദേവീസ്തുതിയാണ്. ഓക്കെ, കീർത്തനമാണ്. അഞ്ജൻ എത്ര കാലമായിട്ട് സംഗീതം ഈ അഭ്യസിക്കുന്നു? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നല്ലേ? 10-26 വർഷം. കലോത്സവത്തിന് നമ്മൾ വന്നിട്ട് സ്റ്റേറ്റ് വരെ വന്നു. സ്റ്റേറ്റ് പക്ഷെ കുച്ചിപ്പുടിയായിരുന്നു. ഓക്കെ, ശരി. അപ്പം ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വീണ്ടും കാണാം. ശരി. ഓക്കെ, ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വീണ്ടും തിരികെ കലകളാരവത്തിന്റെ വേദിയിലേക്ക് വന്നാൽ എനിക്കൊപ്പം ഇവിടെ 2 സ്റ്റാറുകളുണ്ട്. ഒന്ന് നമ്മുടെ കുട്ടിത്താരം, മറ്റൊന്ന് ഈ കുട്ടിത്താരത്തിനെ ഒരു വലിയ താരമാക്കി മാറ്റിയ മറ്റൊരു താരം. അപ്പോൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഹായ്. ഹലോ. മോനെ പേരെന്താ? എൻ്റെ പേര് അബാൻ അഷ്റഫ്. അബാൻ. ഓക്കെ, ഒപ്പം ഉള്ളത് അച്ഛനാണ്. അച്ഛന്റെ പേര് കലാഭവൻ അഷ്റഫ്. ഓക്കെ, അപ്പൊ കലാഭവൻ അഷ്റഫ് എന്ന പേര് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാണ് സംഗതി എന്താണെന്ന്. മിമിക്രി എ ഗ്രേഡോടെ നമ്മൾ ജയിച്ചു. അതെ. ഓക്കെ, അപ്പോ എത്ര നാളായി? അച്ഛനിൽ തന്നെയാണോ മകനിലേക്കും ഈ മിമിക്രി പകർന്നു വന്നത്? അതെ. ഉപ്പ ചെറുപ്പം മുതലേ ഉപ്പാൻ്റെ ഓരോ പ്രോഗ്രാം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ താത്ത 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് വിന്നറായിരുന്നു. എ ഗ്രേഡ് വരുന്നതിന് മുമ്പ്, കൊറോണക്കൊക്കെ മുമ്പ് 5 വർഷം എൻ്റെ താത്ത വിന്നറായിരുന്നു. കൊറോണക്ക് ശേഷമാണ് ഞാൻ വരൽ തുടങ്ങിയത്. അതായത് ഒരു കലാകുടുംബമാണ്. അതെ. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായിരുന്നു പെർഫോമൻസ്? എന്തൊക്കെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഐറ്റംസ്? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ചാൽ പൂരത്തിൽ നിന്നാണ്. തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം വേണോ വേണ്ടേ? ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ മാപ്പിളപ്പാട്ടുകളെ റാപ്പാക്കി മാറ്റിയാണ് ഇപ്പോൾ മലയാള സിനിമ. അടിപൊളി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഐറ്റം ചെയ്തോളാം.
ആനേ മദനപ്പൂ കനിത്തേനാരേ പ്രാ പ്രാ പ്രേ പ്രാ പ്രേ പ്രേപ്പു പ്രാ പിഹി പ്രേനാ പ്രേ 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 പ്രാ പ്രൻ പ്രൽ പ്രൂ പ്രൈ പ്രേട്ട പ്രൂ പ്രഹി പുല്ലാ പ്രേ പ്രേ പ്രേ. ഇനി മലയാള സിനിമാ താരങ്ങളൊക്കെ ഇന്റർവ്യൂകളിൽ ഭാരമായിക്കൊണ്ടിരിക്കുക. ശരി. അപ്പോൾ ഷൈൻ ടോൺ ചാക്കോ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഇയാളെന്താണ് ഈ പറയണേ? ഇതൊരു സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? ആടാ സിനിമയുടെ ഇന്റർവ്യൂ സിനിമയുടെ കാര്യമില്ലേ ചോദിക്കുക? എടോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിലത്തെ കാര്യം ചോദിക്കണ്ടേ? ഞാൻ ട്രോളിയതല്ല, അത് സത്യമല്ലേ? മറ്റൊരു താരം ബാല. ഞാൻ 1 കെട്ട് 2 കെട്ട് വേണ്ടി വന്ന 5 കെട്ട്. നിങ്ങളാരെ ചോദിക്കാൻ? എൻ്റെ പൈസ എൻ്റെ ഇഷ്ടം, മനസ്സിലായ? മറ്റൊരു താരം ഷൈനികം, യുവതാരം ഷൈനികം. എന്താണ് സീൻ? എന്താണ് ഇയാളെന്തിനാണ് ചൂടാവണേ? പറഞ്ഞാൽ പോരെ, ഇതൊന്നല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞ വേറെ മൂടാണ്, വേറെ വൈബാണ്, മനസ്സിലായ? യുവാക്കളുടെ ഹരമായി മാറിയ റിയാസ് ഖാൻ. ഹേ ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താന്ന് വെച്ചാൽ കൊടുക്ക. എല്ലാവരും അടിച്ചു കയറി വാ. ഇനി സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ വോയിസ്. ஹே இங்கே நான் தான் கிங்கு, நான் வச்சுதான் ரூல்ஸு. அந்த ரூல்ஸ் ஏற்றதுக்கெல்லாம் அப்பப்போ மாட்டிக்கிட்டே இருப்பேன். அந்த கட்சி இப்போதைக்கு விட்டு ஃபாலோ பண்ணணும். அதை விட்டு அதாவது அப்படி கொலை பண்ண நினச்சேன், உன்னை கண்ட துண்டமாக விட்டு கழிச்சு போட்டுடுவேன். ஹுக்கம் ടൈഗർ കാ ഹുക്കും. ഇനി ഇതേ ഡയലോഗ് കേരളത്തിന്റെ കിങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ ഞാനാണ് കിങ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റൂൾസ്. എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാത്തവരോട് എനക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കും, പിണറായി കാ ഹുക്കും. താങ്ക് യു. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഐറ്റംസ്. ഇതൊക്കെയായിരുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് എ ഗ്രേഡ് കിട്ടാണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ ഉപ്പ ഇതിൽ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. മാത്രമല്ല നല്ല മത്സരാർത്ഥികളായിരുന്നു പ്രാവശ്യം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, നല്ല മത്സരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവന് വേറൊരു ഐറ്റം ഉണ്ട്, ബീറ്റ് ബോക്സ് എന്ന് പറയും. ആ ബീറ്റ് ബോക്സ് മിക്സ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് ഇവന്റെ ബീറ്റ് ബോക്സ് എന്ന് കേൾക്കാം. ബീറ്റ് ബോക്സ്. பார்க்க தானே போகிறேன் அந்த காளியோட ஆட்டத்தை. ഇപ്പം നമ്മൾ ഇങ്ങനെയല്ല കേട്ടത്, ഒരു പാട്ട് പാടിയിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇതിന് ബീറ്റും പാട്ടും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു പഴയ നാടൻ പാട്ട് പാടില്ലേ? താരക പെണ്ണാളെ കതിരാടുമിഴിയാളെ തമ്പുരാനത്തിടും മുമ്പേ കറുങ്കാലും കരവറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടുമിഴിയാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്ക ഓരെ പറിച്ചാട്ടെ. തകതക താത്തി നന്ദക ചെയ്താരോ തകതി നന്ദക ചെയ്താരോ താത്തി നന്ദക തകതി നന്ദ തകതി നന്ദക ചെയ്താരോ. മണിച്ചേട്ടൻ, കലാപ മണിച്ചേട്ടൻ്റെ ശബ്ദം അനുകരിക്കും ഞാൻ. അപ്പോൾ ആ മണിച്ചേട്ടൻ്റെ ശബ്ദം അനുകരിച്ച് പാടുമ്പോൾ ഇതിൽ നോക്കാം, കേൾക്കാം. വരിക്കച്ചക്കട ചൂള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി, തുടു തുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടിട്ട് ഞാനൊരു മിന്നായോ. ചാട്ടുള്ളി മുന തുള തുളത്തിൽ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടറിന് വയറരിയും ഇടികുടങ്ങണ് നെഞ്ചിലടിയേ. ഈ പൂരത്തിന്റെ സംഭവം എന്തായിരുന്നു? അതായത് ഈ പൂരം വേണോ വേണ്ടെന്നുള്ളതല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞു. പൂരം വേണോ വേണ്ട? പൂരം വേണോ വേണ്ട? അതായത് സർവത്ത് കലക്ക വെള്ളം കലക്കെന്ന് കേട്ട് പൂരം കലക്കെന്ന് കേട്ടിട്ടില്ലല്ലോ. കലങ്ങിയില്ലല്ലോ. പൂരം കലക്കണോ തീരുമാനിക്കുന്നത് വെട്ടിക്കെട്ട് പ്രേമികളായ നമ്മളാ.
വെടിക്കെട്ട് പോലെ തന്നെ പൂരപ്പറമ്പിൽ കേൾക്കുന്ന മറ്റൊരു ശബ്ദമാണ് മരണക്കിണറിലെ മോട്ടോർ ബൈക്ക്. താങ്ക് യു. ആ മരണക്കിണറിൽ അത് കറക്റ്റ് കേട്ടോ അവസാനം. അപ്പോൾ അച്ഛനും മോനും വന്നതിൽ ഒത്തിരി സന്തോഷം. അടിപൊളിയായിരുന്നു രണ്ടുപേരും. കാരണം ഒന്നും പറയല്ല കേട്ടോ, അത്രയും മനോഹരമായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ച് എങ്ങനെയാണ് A ഗ്രേഡ് കിട്ടാണ്ടിരിക്കല്ലേ. അപ്പോൾ വളരെയധികം സന്തോഷം നമ്മുടെ വേദിയിൽ വന്ന് ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ. ഓക്കെ, താങ്ക് യു. നമ്മള് അച്ഛനും മകനും ഒരു വെടിക്കെട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത രീതിയിൽ ഇവിടെ എനിക്കൊപ്പം കുറച്ചധികം അതിഥികളുണ്ട്. ഹലോ, നമ്മളെ സ്കൂള് പറയാം ആദ്യം. കലഞ്ഞൂർ സ്കൂളിലെ ചുണക്കുട്ടികളാണ് നിൽക്കുന്നത്. ഒരു ചുണക്കുട്ടനും ബാക്കി ചുണക്കുട്ടികളും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർഫോമൻസ് എന്താണ്? ദേശഭക്തി ഗാനം അല്ലേ? കറക്റ്റാണോ? കറക്റ്റാണ്. ഓക്കെ, നമ്മുടെ മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു. A ഗ്രേഡും ഉണ്ട്. ശരി, അപ്പോൾ കലഞ്ഞൂർ വന്ന പത്തനംതിട്ട അല്ലേ? പത്തനംതിട്ടയും തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരം കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെർഫോമൻസ് ഇനിയുണ്ടോ? ഇനി എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? 2 ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വന്ദേ മാതരവും ദേശഭക്തി ഗാനവും. രണ്ടിനും A ഗ്രേഡാണ്. അപ്പം ഇരട്ടി സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വന്ദേ മാതരമാണോ ദേശഭക്തി ഗാനമാണോ? തുടങ്ങാം അപ്പോ. ഓക്കെ, ഒരു മൈക്ക് കൂടെ വേണോ? ഭാസുരം ഭാവുകം, ഭാരതം ഭാസുരം ഭാവുകം, ജനഗണമന അതിലൊഴുകിടും മലകടലിൻ ഗർജനം, വീരകാഹളം ദേശഗീതകം, പുതുതലമുറ അണിയണിയായി നെഞ്ചിലേറ്റി സ്പന്ദനം, എന്റെ ഭാരതം എന്റെ മണ്ണിടം, കടലലയുണരും ഗിരിനിരയുണരും, നമസ്തേ നമസ്തേ ജനനീ, നിരുപമ ശുഭദേ ഹിമഗിരി വരദേ, നമസ്തേ നമസ്തേ ജനനീ, നമസ്തേ നമസ്തേ ജനനീ. അടിപൊളി, പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ. നമുക്ക് ഈ ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ വല്ലാത്തൊരു പാട്രിയോട്ടിക് ഫീല് വരും. നമുക്ക് വന്ദേ മാതരത്തിന്റെ കുറച്ചും കൂടി കേട്ടാലോ? കുറച്ച് മാതരം വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം, സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം, വന്ദേ മാതരം. ഓക്കെ മക്കളെ, ഇപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പേര് പറയാല്ലേ? നമ്മൾ പേര് പറഞ്ഞില്ലല്ലോ. കാർത്തിക, കാർത്തിക, ദിയ, ദിയ, അഭിനവ്, അഭിനവ്, അപർണ, അപർണ, നിവേദ്യ, നിവേദ്യ, ആദിത്യ, ആദിത്യ, ആദിത്യ. ഓക്കെ ഓക്കെ. രാഗപ്രിയ, രാഗപ്രിയ, അനുജ, അനുജ. രാഗപ്രിയക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ഇല്ല, ഒന്നുമില്ല, നമ്മൾ ഹാപ്പിയാ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാ. ശരി, അപ്പോൾ നമ്മുടെ കലകളാരവത്തിൻ്റെ ഈ വേദിയിൽ നിന്ന് നമ്മുടെ ഈ പെർഫോമൻസിനൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ ഈ വേദിയിൽ കുഞ്ഞുങ്ങൾ വരും, മത്സരങ്ങൾ വരും. ഇന്നത്തെ മുഴുവൻ പോയിന്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അപ്പോൾ അതിലേക്കെല്ലാം വരാം. അപ്പോൾ ഇവിടുന്ന് തൽക്കാലം ഞാൻ പോവാണ് തിരികെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക്.